അതെ സർ, ഇപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ പഠനത്തിന്റെ തുടക്കത്തിൽ കാഴ്ചയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ കാഴ്ച നഷ്ടപ്പെട്ടത്? ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെങ്കിൽ 100% ബ്ലൈൻഡ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് ആ കാഴ്ച നഷ്ടപ്പെട്ടത്? ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് വന്നത് ഫിസിയോതെറാപ്പിയിലാണ്. ബോംബെയിലാണ് ഞാൻ ഫിസിയോതെറാപ്പി പഠിച്ചത്. അവിടെ വെച്ചാണ് എനിക്ക് കണ്ണിനല്ല അലർജി കൂടിയത്. ഞാൻ ബേസിക്കലി ആദ്യം തന്നെ ടെർണൽ ഫിറ്റർ ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചുള്ള കണ്ണിന്റെ പൊടി പോയതിനു ശേഷമാണ് അലർജി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആ ഫീൽഡ് വിട്ടിട്ടാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം. അങ്ങനെ ബോംബെയിൽ വെച്ച് അത് പഠനത്തോടൊപ്പം തന്നെ നമ്മൾ ജോലിയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പം അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ കൂടി അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ മദ്രാസിൽ ജയേന്ദ്ര സരസ്വതി ആയുർവേദ കോളേജിൽ വന്ന് ആയുർവേദം പഠിച്ചു. പിന്നെ ബാംഗ്ലൂർ വ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വിവേകാനന്ദ യോഗ. അവിടെ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് പോയി. അവിടെ വെച്ചിട്ടാണ്, അതായത് കോഴ്സ് കഴിഞ്ഞു 2 ദിവസം കൊണ്ട് കഴിയുമ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങൾ ഒരു ദിവസം കിടന്നുറങ്ങിയതാണ്. രാത്രി കിടന്നുറങ്ങിയപ്പോൾ കാഴ്ച ഉണ്ടായി, നേരം വെളുത്തപ്പോഴത്തേക്ക് കാഴ്ച ഉണ്ടായില്ല. ഒറ്റ രാത്രി കൊണ്ട് പോയി പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല? കാഴ്ചക്ക് ഒരു മങ്ങലുണ്ടാവും. അത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ബോംബെയിൽ വെച്ചിട്ട് തന്നെ എനിക്ക് അലർജിയുടെ പ്രോബ്ലംസ് കൂടിയപ്പോ തന്നെ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കാഴ്ചയുടെ നല്ല കുറവുണ്ട്. പക്ഷെ അതെല്ലാം കണ്ണടയിൽ പരിഹരിച്ചു പോവും. പിന്നെ ഈ മരുന്നിന്റെ സൈഡ് എഫക്ട് കൊണ്ട് ചെറുതായിട്ട് പ്രഷറും കണ്ണിന് കൂടുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിച്ചുള്ള ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു ഉറക്കത്തിൽ അങ്ങനെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഈ കാഴ്ച മങ്ങലൊക്കെ ഉണ്ടായപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ലേ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ? അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അങ്കമാലിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു അലർജി ആയിട്ട് പോയതാണ്. അവിടുന്ന് കുറച്ച് മരുന്നുകളുടെ സൈഡ് എഫക്ട് കൊണ്ടാണ് നമ്മുടെ കണ്ണിന് പ്രഷർ കൂടി എന്നും പറഞ്ഞ് ഞാൻ ഡോക്ടർമാരെ കുറ്റം പറയല്ല. അവർക്ക് തരാനുള്ളത് അതായിരിക്കും. അപ്പൊ ആ മരുന്ന് ചിലപ്പോ എന്റെ ശരീരത്തിന് പറ്റിയിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കണുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എന്റെ കാഴ്ച പോയത്. ഈ കാഴ്ച പോയതിനു ശേഷമാണ് ഞാൻ പൂർണ്ണമായിട്ടും രോഗം എങ്ങനെ വന്നു, അല്ലെങ്കിൽ മരുന്നില്ലാതെ എങ്ങനെ രോഗം മാറ്റും എന്നുള്ള ചിന്തയിലേക്ക് വന്നതും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് സാധ്യമായി. ഇന്നിപ്പോ 10,000-കണക്കിന് മേലുള്ള ആൾക്കാരെ നമുക്ക് ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മരുന്നില്ലാതെ തെറാപ്പിയിലൂടെ ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ ഈ ചികിത്സാ രീതിയിൽ കാഴ്ചയില്ലാത്തതാണ് ഏറ്റവും നല്ലതായത് എന്ന് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഒരു പക്ഷേ ദൈവം നമ്മൾ അങ്ങനെ ആക്കിയതാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഞാൻ ആ ടെർണർ ഫിറ്ററായിട്ട് തന്നെ ജോലി ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് എന്റെ കാഴ്ച പോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതി ഉണ്ട്. നമ്മൾ ഒഴുക്കിനനുസരിച്ച് നിന്നു കൊടുക്കുക, ചെയ്യണ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. അപ്പൊ നമുക്ക് ദൈവം അതിൽ ഉന്നത വിജയങ്ങൾ തന്നെ തരും. അതെ, അപ്പോൾ ഈ കാഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഇവിടെ തന്നെ നിൽക്കും. ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാഴ്ച ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഒരു പക്ഷെ കാഴ്ച ഉണ്ടായെങ്കിൽ നമുക്ക് അത്ര ഫോക്കസ് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് കാഴ്ച ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു സ്പർശനത്തിലൂടെ ആ ഏരിയനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പൊ കാഴ്ചയില്ല എന്ന് പറഞ്ഞ സന്തോഷത്തോടെ അതൊരു ഉപകാരമായി എന്ന് പറയുന്ന ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ്. ജീവിതത്തിൽ നമുക്ക് കാഴ്ചയില്ലാത്തതിൽ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചാൽ അറിയാം. നമുക്കിപ്പോ ഒരു പുറത്തു പോയി ഒരു ബാത്റൂമിൽ പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പലരെ ആശ്രയിക്കേണ്ട വരും. അങ്ങനെ ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ വിഷമം വിചാരിച്ച് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാവും? അപ്പൊ ദൈവം എനിക്ക് അങ്ങനെ ഒരു വിധി വെച്ചു. അപ്പൊ നമ്മള് അത് അക്സെപ്റ്റ് ചെയ്യണു. ഒപ്പം നമ്മള് ഇപ്പൊ ട്രീറ്റ്മെന്റിലേക്ക് ഇറങ്ങി പിന്നെ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. അപ്പൊ എൻ്റെ കാഴ്ച ഇല്ല എന്നൊരു വിഷമം എനിക്ക് പല രോഗികളുടെ രോഗങ്ങൾ മാറുമ്പോൾ അവർ വന്ന് പറയണ അവര് നല്ല ആശ്വാസം കിട്ടി, എൻ്റെ അത് മാറി എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു സംതൃപ്തിയും ആശ്വാസം തന്നെതാണ്. എൻ്റെ കാഴ്ചയില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകുമ്പോ. അപ്പൊ ആദ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവാറുണ്ടോ? ഇദ്ദേഹത്തിന് ഇത് സാധിക്കുമോ എന്നൊക്കെ ഒരു തോന്നൽ? ഉറപ്പായിട്ടും ആദ്യമായിട്ട് വന്നവർക്ക് ഒത്തിരി സംശയങ്ങളാണ്. ഈ ടച്ച് കൊണ്ട് എങ്ങനെ മാറും, ഈ മരുന്നില്ലാതെ എങ്ങനെ മാറുന്നു, 100 സംശയങ്ങൾ ഉണ്ടാവും.
അപ്പൊ പലരോടും ഞാൻ പറയണ ഒരു കാര്യമാണ്, നിങ്ങൾ കൂടെ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. ഉം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗീനെ കുറിച്ച്, രോഗവിവരങ്ങളെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. രോഗി ഒരുപാട് വർഷങ്ങളും ചികിത്സിച്ചും ഒരുപാട് പൈസ മുടക്കിയതിന് ശേഷമായിരിക്കും എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ രോഗിക്ക് അത് പെട്ടെന്ന് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ചില സമയങ്ങളിൽ അവർ വിശ്വാസം ഉണ്ടായിട്ടാണ് വന്നെങ്കിൽ പോലും ചില കാര്യം കൊണ്ട് അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ രോഗി ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് എന്താണ് അവരുടെ മനസ്സിൽ ചിന്തിക്കണം അതുപോലെ വരുള്ളൂ. ഓ, ഇത് മരുന്നില്ലാതെ എങ്ങനെ മാറും, അല്ലെങ്കിൽ സ്പർശിച്ച് എങ്ങനെ മാറും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ മാറത്തില്ല. അപ്പൊ നേരെ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൃത്യമായിട്ട് രോഗവിവരത്തെ കുറിച്ച് വിവരിക്കാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം കൂടുതൽ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതാണ് കൂടുതൽ അല്ലേ? എനിക്ക് 99% അങ്ങനെയാണ് വന്നത്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 2008 എൻ്റെ ക്ലിനിക്ക് തുടങ്ങിയതാണ്. അപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പൊ? 18 വർഷം അല്ലേ? അതെ, 18 വർഷത്തിന് മേളിലായിട്ടുണ്ട് എൻ്റെ ക്ലിനിക്കായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ടും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ്. ഒരാൾക്ക് കുറഞ്ഞു കഴിയുമ്പോൾ അവർ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ വരുന്ന ആൾക്കാർക്കെല്ലാം പൂർണ്ണമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടി ആണ് പോകുന്നത്? 100% എന്ന് പറയാൻ പറ്റില്ല. ഒരു ചികിത്സയിലും 100% പറ്റില്ല. പക്ഷെ ഇതിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത്, ഇതിൽ റിലാക്സേഷൻ ഉറപ്പാണ്. രോഗിക്ക് ആശ്വാസം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഈ 2 കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അതെ അതെ അതെ. അപ്പോൾ ഈ ചികിത്സാ രീതിയിൽ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ, ഇപ്പൊ ഫാമിലിയുടെ സപ്പോർട്ട്, ഇതൊക്കെ എങ്ങനെയാണ്? ഫാമിലിയിലെ നല്ല സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മുടെ മെയിൻ ജീവിതമാർഗം കൂടിയാണല്ലോ. ദൈവം ഓരോരുത്തർക്ക് ഓരോരോ മാർഗങ്ങളും കൂടി എത്തിച്ചു കൊടുക്കൂലോ. എൻ്റെ അതൊരു മെയിൻ ജീവിതമാർഗമാണ്. ഒപ്പം തന്നെ ഫാമിലിയിലെയും എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ടും ഈ കാര്യത്തിലുണ്ട്. അതെ. അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുമോ? മെന്റൽ ഹെൽത്ത് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ഇതിന് രസം എന്താണെന്നറിയാവോ? ഒത്തിരി മെന്റൽ പ്രോബ്ലംസ് എനിക്കിവിടെ വന്നിട്ടുണ്ട്. സ്ട്രെസ് കൊണ്ടും ആങ്സൈറ്റി കൊണ്ടും ഒത്തിരി കേസുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റിസൾട്ട് ആവും. അതായത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്കിവിടെ ചികിത്സയിലൂടെ അവന്റെ എന്താണ് റൂട്ട് കോസ്, അല്ലെങ്കിൽ എവിടെയാണ് അവന്റെ പ്രോബ്ലംസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് അവന്റെ ആരോഗ്യം വീണ്ടും എടുത്തു കൊടുക്കും. അപ്പൊ തന്നെ അവന്റെ സ്ട്രെസ് പോയി, അതെ, ആങ്സൈറ്റി പോയി. അപ്പോൾ ഒരുപാട് പേർ അങ്ങനെ സ്ട്രെസ് മാറാൻ വേണ്ടിയൊക്കെ വരാറുണ്ട്. ധാരാളം ആളുകളുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് വന്നതാണ് മറ്റേ മദ്രാസിൽ നിന്ന് ഒരാൾ വന്നൊരു 28 വയസ്സുള്ളത്. പുള്ളിയുടെ ബ്രദറൊക്കെ ഡോക്ടർമാരാണ്. എൻ്റെ ഇതിൽ ഫീഡ്ബാക്ക് ഉള്ളതാണ് പുള്ളിയുടെ. ഏകദേശം പുള്ളി ഒരു 10-15 വർഷമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നതാണ്. മെഡിസിൻസ് ഒക്കെ വരെയും കഴിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് ഒരു 8-9 ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴേക്കും പുള്ളിക്ക് ഒരു 99% അതിന് ആശ്വാസം കിട്ടുന്നുണ്ടായി. അപ്പൊ പുള്ളിക്ക് അങ്ങനെ ഒരു ഫീലിങ്സേ ഇല്ല എന്നാ പറയുന്നത്. ഓ അതെ. അപ്പൊ ഈ കൗമാരക്കാരും അങ്ങനെ വരാറുണ്ടോ? കൗമാരക്കാരും വരാറുണ്ട്, ധാരാളം ആളുകൾ വരാറുണ്ട്. അതെ. അപ്പോൾ ഈ പറഞ്ഞ സമഗ്ര മേഖലയിൽ ഒരു സമാധാനം, ഈ പറഞ്ഞ പോലെ റിലാക്സേഷൻ ആണ് എല്ലാവർക്കും ഉണ്ടാകാറുള്ളത് ഇതിലൂടെ? അല്ല, റിലാക്സേഷൻ അതിന്റെ വേറൊരു എഫക്റ്റ് ആണ്. ആക്ച്വലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മളുടെ രോഗമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ തെറ്റിക്കഴിയുമ്പോൾ അതുമൂലം നമുക്ക് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് രോഗം. അതെ. അപ്പൊ നമ്മളിൽ ഇതിലൂടെ എന്ത് ചെയ്യണത്? ആ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് അതിന്റെ ഫങ്ഷൻസ് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ രോഗം മാറും. ഈ രോഗം മാറുമ്പോൾ കിട്ടുന്ന അനുഭൂതിയാണ് റിലാക്സേഷൻ. ക്ലിയർ ആണ്? ശരി ശരി.